അങ്ങനെ നമ്മുടെ ഡിസ്നിയുടെ D23 ഇവൻറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിൽ വന്നിരിക്കുന്ന കുറച്ച് മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മളിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലും നമ്മുടെ മെയിനായിട്ട് മാർവലിൻ്റെ കുറച്ച് പടങ്ങളുടെയും സീരീസിൻ്റെയും അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതും നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ലയൺ കിങ് പടത്തിൻ്റെ പ്രീക്വലായിട്ടുള്ള, അതായത് പുള്ളിയുടെ അപ്പനായിട്ടുള്ള മുഫാസയുടെ സ്റ്റോറി പറയുന്ന അതിൻ്റെ സെക്കൻഡ് എക്സ്റ്റൻഡഡ് ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. അതായത് ലയൺ കിങ് ഏത് ക്വാളിറ്റി ആണോ അതിനേക്കാൾ ഒരുപടി മുകളിൽ തന്നെയാണ് ഈ മുഫാസയുടെ ഈ ട്രെയിലർ ഉള്ളത്. മാത്രമല്ല ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുഫാസി സ്കാർ എങ്ങനെയാണ് ആ പ്രൈഡ് റോക്കിലേക്ക് വന്നത്, അവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് വളർന്നു വന്നതെന്നുള്ള അവരുടെ ഒരു ബ്രദർലി ബോണ്ടിങ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് ഈ പടത്തിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ജെയിംസ് കമാറോൻ്റെ അവതാർ 3യുടെ ഒഫീഷ്യൽ ടൈറ്റിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒമറ്റിക്കായ മെറ്റ്കായിന ക്ലാനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൽ പുതിയൊരു ക്ലാനും കൂടി വരാൻ പോവാണ്. അതാണ് ദ ഫയർ ക്ലാൻ അഥവാ ആഷ് ക്ലാൻ. ഈ പടം റിലീസാവാൻ ഇനി ഏതാണ്ട് 1.5 വർഷം എങ്ങാനുണ്ട്. ഇതുവരെയും അവതാർ പടങ്ങളിൽ ഹ്യൂമൻസ് വില്ലനായിട്ട് വരുന്നവരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പടത്തിൽ നാവി ജനങ്ങൾക്ക് അവരുടെ ഇടയിൽ തന്നെ ഒരു വില്ലനിസം, ഈ ആഷ് പീപ്പിൾസ് ഉണ്ടാകുന്ന പോലെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഫയർ നാവി ജനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നുള്ള ഒരു ഒഫീഷ്യൽ കോൺസെപ്റ്റ് ആർട്ടും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാർവൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ അടുത്ത വർഷം മാർച്ചിൽ റിലീസാവും. ഇതിൽ ഓൾമോസ്റ്റ് 9 എപ്പിസോഡാണ് ഫസ്റ്റ് സീസണിലുള്ളത്. ഈ D23 എക്സ്പോയിൽ ഒരു ചെറിയ ടീസർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ വൈറ്റ് ടൈഗറും പണിഷറും ഉള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഡിലേ ആയിക്കൊണ്ടിരുന്ന നമ്മുടെ അയൺ ഹാർട്ട് സീരീസിൻ്റെ ഫസ്റ്റ് ട്രെയിലർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഈ സീരീസ് എടുത്തു കഴിഞ്ഞിട്ട് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഓൾമോസ്റ്റ് 1.5 വർഷമായി. ആക്ച്വലി ഇതിൻ്റെ ഒരു ചെറിയ സിനോപ്സിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ റീറി വില്യംസിൻ്റെ അയൺ ഹാർട്ട് ക്യാരക്ടർ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ചേർന്ന് കുറച്ച് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ മാജിക് വേഴ്സസ് ടെക്നോളജി എന്നുള്ളൊരു ലെവലിലേക്ക് ഈ സീരീസ് പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ പടത്തിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ റെഡ് ഹൾക്കിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക വേൾഡിൻ്റെ ഒരു ട്രെയിലർ എക്സ്റ്റൻഡഡ് ആയിട്ട് ഈ D23 എക്സ്പോയിൽ കാണിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മുടെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഹൾക്കിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ പ്രൊഫസർ ഹൾക്കിനെ ചുവപ്പ് കളറടിച്ച പോലെ ഉണ്ട്. എന്താവും നമുക്ക് കണ്ടറിയാം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ മാർവലിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തിലുള്ള അപ്ഡേറ്റ്സ്. സോ ഇനിയും ദിവസങ്ങളുണ്ട്. സോ അടുത്ത ദിവസം ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന ഇന്നത്തെ ദിവസമൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാണ് ആനിമേഷൻ്റെ ഒക്കെ പാനൽ നടക്കുന്നത്. സോ അതൊക്കെ നമുക്ക് ഇനി വീഡിയോസിൽ കാണാം.